സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം സാറേ, ഇറാനെ സംബന്ധിച്ച് സുപ്രധാനമായൊരു വാർത്ത വരുന്നു. അവരുടെ നിലവിലെ പരമോന്നത ആധ്യാത്മിക നേതാവ് മുജ്തബ ഖമനേയി, നേരത്തെ ഉള്ള അയത്തുള്ള അലി ഖമനേയിയുടെ മകൻ, അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട് ചില ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇറാൻ ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടുമില്ല. ഈ വാർത്ത എത്രമാത്രം വാസ്തവമാകാൻ സാധ്യതയാണ് സാർ? അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരാതെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇപ്പം ഇതുവരെ ഈ മുസ്തഫ ഖമേനിയുടെ ഒരു ഓഡിയോ റിപ്പോർട്ടോ അതല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പിങ്ങോ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് നമ്മുടെ ഷെയ്ഖ് ഹസീന നമ്മുടെ ഇവിടുത്തെ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിലെ ഒരു പരിപാടിയിൽ അവിടുത്തെ കറസ്പോണ്ടൻസ് ആയിട്ട് സംവദിച്ചു. അത് ഒരു വീഡിയോയും വന്നില്ല, പക്ഷെ ഓഡിയോയിൽ കൂടെ ആയിരുന്നു സംഭാഷണം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ബോംബ് സ്ഫോടനത്തിൽ യുദ്ധം തുടങ്ങിയ സമയത്തിൽ തുടങ്ങിയ പിറ്റേ ദിവസം നടന്ന അമേരിക്കയുടെ ബോംബിങ്ങില് അയത്തുള്ള അലി ഖമേനിയും മറ്റ് ബാക്കി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മറ്റ് 40 പേരും ഉദ്യോഗസ്ഥരെല്ലാം മരിച്ച ആ കൂട്ടത്തില് മരിക്കാതെ കടന്നു എന്ന് പറയപ്പെട്ട വ്യക്തി ഇദ്ദേഹമാണ്. അതുപോലെ ഇപ്പൊ നമുക്ക് സംശയമാണ്, ഇനി അന്നത്തെ ആക്രമണത്തിൽ ഖമേനി മരിച്ചിരുന്നോ, അതോ ഇനി പറഞ്ഞതുപോലെ അവർക്ക് പെട്ടെന്നൊരു തുടർച്ചയില്ലെങ്കിൽ മത അധ്യക്ഷന്റെ സൂപ്രമസി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ IRGCക്ക് പോലും പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. കാര്യം ഒരു മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. മാത്രമല്ല അതിന്റെ ആധിപത്യമാണ് ഏറ്റവും വലിയൊരു ഇപ്പം മതാധ്യക്ഷനായിരുന്നെങ്കിലും അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത് ഖമേനി തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തുടർച്ച നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു അധികാര കേന്ദ്രത്തെ നിലനിർത്തിയേ പറ്റൂ. എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം കൊണ്ടായിരിക്കണം ഒരു പക്ഷേങ്കിൽ ഈ മുസ്തഫ ഖമേനിയുടെ ആ ഒരു ഒന്നുകിൽ അതിഗുരുതരമായ അവസ്ഥ, ഒട്ടും തന്നെ സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം കഴിയുകയായിരുന്നു എന്ന് വേണം കരുതാൻ. അതല്ലെങ്കിൽ ഇപ്പൊ ഇസ്രയേലി മാധ്യമങ്ങൾ വിട്ടതുപോലെ, കാര്യം ഇസ്രയേലി മാധ്യമങ്ങൾ വിടണമെന്നുണ്ടെങ്കിൽ അത് മൊസാദിന്റെ ഇൻഫർമേഷൻ ആയിരിക്കും. മൊസാദിന്റെ ഇൻഫർമേഷൻ പലപ്പോഴും തെറ്റാൻ സാധ്യത കുറവാണ്. മാത്രമല്ല ഇസ്രയേൽ ഇങ്ങനൊരു വിവരം പുറത്തേക്ക് വിട്ടിട്ട് അത് തെറ്റാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിന്റെയും മൊസാദിന്റെയും ക്രെഡിബിലിറ്റിയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ അത് ശരിയായിരിക്കാനാണ് സാധ്യത. പക്ഷെ എന്നിരുന്നാൽ പോലും ഇറാന്റെ ഭാഗത്തുനിന്നൊരു സ്ഥിരീകരണം വരെ വന്നിട്ടില്ലാത്തതിനാലും അതോടൊപ്പം തന്നെ ഈ യുദ്ധം ഇപ്പൊ ഇങ്ങനൊരു പുതിയൊരു സ്റ്റേജിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ അവിടെ അതിതീവ്രമായ രീതിയിൽ ഈ എക്സിക്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തരമായിട്ടുള്ള വിമത ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാനിൽ വ്യാപകമായ രീതിയിൽ ആൾക്കാരെ, ഈ വിശേഷിച്ചും യുവാക്കളെയൊക്കെ തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആഭ്യന്തരമായി അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അതുകൊണ്ടാണ് ഈ മുസ്തഫ ഖമേനിയുടെ ആ ഒരു സ്ഥാനം അവരവിടെ നിലനിർത്തുന്നത്. കാര്യം ഇപ്പൊ IRGC ആണ് അതിന്റെ IRGCയുടെ പിടിയിലാണ് ഇപ്പോൾ ഇറാൻ നിലനിൽക്കുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു നാമമാത്രമായ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഫീൽഡ് മാസ്റ്റർ ഷെരീഫിന്റെ കീഴിൽ ഷഹബാസ് ഗവൺമെന്റ് പോലെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇറാനിലെ ഭരണകൂടം എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മുസ്തഫ ഖമേനി നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ IRGCക്ക് അവരുടേതായിട്ടുള്ള ഒരു പവർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം IRGCയുടെ ആഭിമുഖ്യവും അവരുടെ ലോയൽറ്റിയും എല്ലാം തന്നെ ഈ ഖമേനിയോടായിരുന്നു. അപ്പൊ ആ ഒരു ഇപ്പൊ നമ്മുടെ ഈ ചില പുരോഹിതന്മാരൊക്കെ ദൈവത്തിനെ കാണിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ചമഞ്ഞ് വിശ്വാസികളുടെ വിശ്വാസം നേടുകയും ആ സമൂഹത്തെ നിലനിർത്തുകയും ചെയ്യുന്നത് പോലെ അത്തരത്തിലൊരു പ്രക്രിയയിലേക്ക് ഇറാനിലും IRGCയും കടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ഉറപ്പിക്കാൻ വേണ്ടി സാർ, ഇതില് ഈ മുജ്തബ ഖമേനിയുടെ
സംഗതി അയാളെ സംബന്ധിച്ച് നേരത്തെ വന്ന ചില റിപ്പോർട്ടുകൾ ആ യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ നടന്ന ആ ആക്രമണത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം തന്നെ ഇദ്ദേഹത്തിനും ഗുരുതര പരിക്കേറ്റു. ഇദ്ദേഹത്തിൻ്റെ ഒരു കാല് ആംബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം റഷ്യ ഒരു പ്രത്യേക വിമാനം അയച്ച് ഇദ്ദേഹത്തെ റഷ്യയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ അയാൾ സേഫാണ് എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. പക്ഷെ അത് ഖണ്ഡിക്കുന്ന തരത്തിൽ ഇസ്രായേലി മാധ്യമങ്ങളോ ആരും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമ്മുടെ മുമ്പിൽ അനുഭവമില്ല. പക്ഷെ ഇപ്പോൾ ട്രംപ് വലിയ ഒരു തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നതിൻ്റെ പിന്നിൽ മറ്റു ചില സാധ്യതകളും ഉണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഈ ട്രംപിന്റെ ഈ തിരിച്ചടി എന്ന് പറയുന്ന സംഗതി ഇപ്പം ഇറാനും ഒമാനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ധാരണ കാണില്ലേ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തു. അതായത് മറ്റേ ഈ അകത്തേക്ക് വരുന്ന കപ്പലുകളുടെ മുഴുവൻ ചുമതലയും ഇറാനും, അതേപോലെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പുറത്തേക്ക് പോകുന്നത് മുഴുവൻ ഒമാനും കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഏതാണ്ടൊരു ധാരണ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അതും കൂടെ വന്നപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അമേരിക്ക വീണ്ടും ഈ പറഞ്ഞ രണ്ടാമതും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാനോട് മുട്ടുകുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പോ പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ ഈ ഒരു ഖമേനിയുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ അവര് വിവരങ്ങൾ പുറത്തുവിടാതെ നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ചൊരു പൂർണ്ണമായ ഇതിൽ എത്താൻ പറ്റത്തില്ല. പിന്നെ ആകെ ഈ ഇസ്രയേല് ഇങ്ങനൊരു വിവരം പുറത്തു വിട്ടു കഴിഞ്ഞാൽ അത് മൊസാദിന്റെ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എന്നുള്ളതാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അല്ല, ഇപ്പൊ മൊസാദിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് നമുക്ക് വലിയ സംശയങ്ങളൊന്നുമില്ല. അവര് അത്രയ്ക്ക് വലിയൊരു സംഘടിത സംഘമാണ്. അപ്പൊ ഈ വാർത്ത ശരിയാകാനായിട്ടുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വിജയം നമുക്ക് ട്രംപിന് പറയേണ്ടി വരും. കാര്യം അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇറാന്റെ ഭരണകൂടത്തെ ഇല്ലാതാക്കുക, ഖമനേയിയെ ഇല്ലാതാക്കുക. പക്ഷെ ഖമനേയി പോയി അദ്ദേഹത്തിന്റെ മകൻ വന്നപ്പോൾ ട്രംപ് പരാജയപ്പെട്ടു നമ്മൾ കരുതിയെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും ഇല്ലാതായെങ്കിൽ അവിടുത്തെ ആ ഒരു ഭരണ സംവിധാനത്തെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ ട്രംപിന് കഴിഞ്ഞു എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? ഭരണകൂടത്തെ തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ട്രംപിന്റെ പരാജയമായിട്ട് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ആ ഒരു ഉന്നത നേതാക്കന്മാരെയും അവിടുത്തെ പിന്നെ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം ഇല്ലായ്മ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ പോലെ ഒരു രാഷ്ട്രത്തിൽ അത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എടുത്തിൽ ഉന്മൂലനം ചെയ്യുകയാണെങ്കിൽ വലിയ പ്രയാസവും രണ്ടാം നിരയോ അല്ലെങ്കിൽ വേറൊരു സംവിധാനമില്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ചിട്ട് യാതൊരു വിധമായിട്ടുള്ള മാറ്റവും അതുകൊണ്ട് സംഭവിച്ചില്ല, ഒരു ചലനവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം സംഭവിച്ചത് ഇപ്പൊ ഈ ഇസ്ലാമാബാദില് അമേരിക്കയുമായിട്ട് നടന്ന നേരിട്ടുള്ള ചർച്ച, ആ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ നിലപാട് മാറ്റിയ ആ നിമിഷത്തിൽ IRGC ഇതിന്റെ ചുമതല ഏറ്റെടുത്തു. അവിടെയാണ് ഇതിന്റെ ഒരു മാറ്റം. അതുകൊണ്ടാണ് പറഞ്ഞത് ട്രംപിന്റെ പരാജയം അവിടെ നടക്കുന്നത്. ഇപ്പോ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പോലെയല്ല തങ്ങൾ IRGC ഏറ്റെടുത്തത് എന്നുള്ളതിന്റെ ഒരു വലിയൊരു തെളിവായിരുന്നു അന്ന് ഈ മറ്റേ ഇസ്ലാമാബാദ് സമ്മേളനത്തിന് ശേഷം നമ്മുടെ ഇന്ത്യൻ കപ്പലിന് ഉൾപ്പെടെയുള്ളവർക്ക് ഹോർമസിലൂടെ പാസ് ചെയ്ത കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഇറാന്റെ ഭാഗത്തുനിന്ന്. അത് IRGCയുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. ഞങ്ങൾ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പോലെയല്ല, ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യും, അവിടെ യാതൊരു വിധമായിട്ടുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാട് എടുക്കുകയായിരുന്നു ഞാൻ. ആ നിലപാടിൽ ഇപ്പോഴും വളരെ അതികഠിനമായിട്ട് ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ട്രംപ് പറഞ്ഞു ഇപ്പൊ വെടിനിർത്തിയിരിക്കുന്നത് ഇറാനും കൂടെ ആവശ്യപ്പെട്ടിട്ടാണ്. അത് ട്രംപിന്റെ പ്രസ്താവന വന്ന ഉടനെ തന്നെ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ സൈനിക സംവിധാനങ്ങളെല്ലാം വളരെ സജ്ജമാണ്, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് IRGCക്ക് ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ മതരാഷ്ട്രത്തെ അതിന്റെ എല്ലാ രീതിയിലുള്ള മൗലികവാദ രീതികളിൽ നിലനിർത്തുക, അതേപോലെ തന്നെ സൈനിക സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുക, അതിലൂടെ പിന്നെ പരാജയം എന്നുള്ള ഒരു ലാഞ്ചന പോലും അനുഭവിക്കാതെ മുന്നോട്ട് പോവുക എന്നൊക്കെയുള്ളതാണ് IRGCയുടെ നിലപാട്. അത് ഇറാൻ ജനതയുടെ പൊതുവിലുള്ള ഒരു വംശീയ സ്വഭാവം കൂടിയാണ് കീഴടങ്ങാതിരിക്കുക എന്നുള്ളത്. അതിന്റെ ഒരു മൂർത്തിമത് ഭാവമാണ് ശരിക്കും പറഞ്ഞാല് ഈ IRGC എന്ന് പറയുന്നത്. പക്ഷേ സാർ ഇതില് ഇപ്പോ മൊജ്തബ ആയാലും ശരി, അയത്തുള്ള അലി ഖമനേയി ആണെങ്കിലും ശരി, ഒരു ദൈവിക പ്രതിപുരുഷനായിട്ടാണ് അവർ കണ്ടേക്കുന്നത്.
അപ്പോൾ അതെ ആത്യന്തികമായി അവരുടെ വാക്കിനാണ് അവർ വില കൽപ്പിച്ചത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഈ മരണം നമ്മൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ സ്ഥാനത്തേക്ക് നിലവിൽ ആളില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ സമാധാന ഉടമ്പടി അടക്കമുള്ള അല്ല, അത് അവരുടെ കൗൺസിലിനെ തെരഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അവരുടെ ഇറാന്റെ ഭരണഘടന അങ്ങനെയാണ്. അയത്തുള്ള ഖമേനിയുടെ മകൻ തന്നെ ഈ അവന്റെ ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ദൈവിക പ്രാതിനിധ്യം അല്ലെങ്കിൽ ദൈവികത ആരോപിക്കപ്പെടുന്ന ഒരു പിന്നെ അധ്യക്ഷനാവാനായിട്ട് ഖമേനിയുടെ മകനാകണമെന്ന് നിർബന്ധമില്ല. അവർക്ക് അതിന് വേറൊരു സംവിധാനത്തെ തിരഞ്ഞെടുക്കാം. അവർക്ക് ആ പൊസിഷനാണ് പ്രധാനം. ആ പൊസിഷനാണ് അവർ ചെയ്തത്. അത് അവിടെയാണ് ഈ അയത്തുള്ള ഈ മജ്തബ ഖമേനി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപക്ഷെ മരിച്ചു എന്ന് കരുതുക. മരിച്ചാൽ പോലും ഈ ഇറാന്റെ ആ ഒരു സ്ഥാനം അവിടെ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ ഈ IRGCക്കും അവിടുത്തെ ഇന്റേണൽ സെക്യൂരിറ്റി ആണെങ്കിലും അവിടുത്തെ ഗവൺമെന്റിന്റെ രീതിയാണെങ്കിലും അതേപോലെ ശിക്ഷാ നടപടികളുടെ നടത്തിപ്പാണെങ്കിലും ഒക്കെ ചെയ്യുന്നത് ഈ സ്ഥാനത്തെ മുൻനിർത്തിയിട്ടാണ്. അപ്പൊ അതവർ നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ സ്റ്റാറ്റസിൽ, ഇറാന്റെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിലോ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടുത്തെ ഭരണാധികാരികളും പിന്നെ സൈനിക തലവന്മാരും ഒക്കെ വധിക്കപ്പെട്ടെങ്കിലും അതിന്റെ പൊളിറ്റിക്കൽ സ്റ്റാറ്റസിൽ യാതൊരുവിധമായ മാറ്റവും ഇതുവരെ ഇല്ലാതെ ഇറാൻ അതേപടി തുടരുന്നു. യുദ്ധം അവർ പറഞ്ഞ രീതിയിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവരുടെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ശക്തി പ്രാപിച്ചു വരുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ മജ്തബ ഖമേനി മരിച്ചില്ല, ജീവനോടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഉണ്ടെന്നുള്ളൊരു സങ്കല്പം തന്നെ ധാരാളമാണ്. കാര്യം ഈ ദൈവികം തന്നെ ഒരു സങ്കല്പമാണല്ലോ. അപ്പൊ ആ സങ്കല്പം തന്നെ ഒരു സങ്കല്പമാക്കി മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആയിരിക്കും അത് പോവുക. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇറാനിലെ അകത്ത് നടക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ വ്യാപകമായ രീതിയിൽ ഈ ആൾക്കാരെ പരസ്യമായി വധിക്കുന്ന നടപടിയിലേക്ക് ഇറാൻ സർക്കാർ കടന്നെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ തങ്ങളുടെ മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ അതേപടി നിലനിർത്തുന്നതിൻ്റെ ഉള്ള ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു സൂചനയും കൂടെയാണ്. മാത്രമല്ല രണ്ടുദ്ദേശമാണ്. ഒന്ന്, ഈ മത സംവിധാനത്തിൽ നിന്ന് ഇറാൻ തുടർന്നു വന്നിരുന്ന രീതിയിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അലി ഖൊമൈനി ഇല്ലാത്തതിന്റെ പേരിൽ ആ ലെഗസി, ആ പൈതൃകം മാറ്റുന്ന പ്രശ്നമില്ല. അത് മജ്തബ ഖൊമൈനി അദ്ദേഹം തുടർച്ചയായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഇനി ഉയർന്നു വരാൻ സാധ്യതയുള്ള ആഭ്യന്തര കലാപങ്ങളെ അടിച്ചമർത്തുന്ന രീതിയും കൂടെയാണ് ഇതിലൂടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതലും കൂടി ആയിരിക്കും ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാം അയത്തുള്ള ഖമേനി മരിച്ചതിന് ശേഷം എത്ര മാസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഈ ജൂലൈ 9 അവരുടെ സംസ്കാരം നടത്തിയത്. എന്ന് പറഞ്ഞതുപോലെ ഈ മജ്തബ ഖമേനി ചിലപ്പോൾ ഒരു പക്ഷേങ്കില് ഇങ്ങനെ തന്നെ ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ വേണമെങ്കിൽ വർഷങ്ങളോളം നീണ്ടുപോകാനും സാധ്യതയുണ്ട്. പ്രൊവൈഡഡ് ഈ IRGC അവിടെ നേതൃത്വത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ ഇറാൻ നിൽക്കുന്നിടത്തോളം കാലം. അപ്പൊ അത് ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ അവിടെയൊക്കെയാണ്. കാരണം ഇനിയിപ്പോ യുദ്ധം അവസാനിച്ചെന്നിരിക്കട്ടെ, യുദ്ധം അവസാനിച്ചെന്നിരുന്നാൽ പോലും ഒരു സിവിലിയൻ ഗവൺമെന്റിലേക്കുള്ള ഒരു മാറ്റം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരിക്കും. കാര്യം IRGCയുടെ ഒരു പിടിയിൽ നിന്ന് അല്ലെങ്കിൽ IRGCയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പാവ ഗവൺമെന്റിന് മാത്രമേ ഈ ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ തുടർന്നും ഇറാനിൽ സാധ്യത കാണുന്നു. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ IRGC ഗവൺമെന്റിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉയർന്നു വരണം. പക്ഷെ അതിനെ നിഷ്ഠുരമായിട്ട് അവർ നേരിടുകയും ചെയ്യും. ശരി സാർ, നന്ദി.